ഞാൻ ഏറെ കയറി ഇന്റർവ്യൂ കൈവന്നെ അർജന്റാ. ഗൈസ് ഒന്നും തോന്നരുത്, ആങ്കർ വളരെ ബിസി ഉള്ള ഒരു കുട്ടിയാണ് മീനാക്ഷി സുധീർ. ഇടയ്ക്കിടയ്ക്ക് കോളുകൾ ഇങ്ങനെ പ്ലീസ് ജീവിച്ച് പൊക്കോട്ടെ. ആൽഡോ അല്ല റൊണാൾഡോ. ഇതോടുകൂടി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, ചേച്ചി വഴിയല്ല എനിക്ക് സിനിമ വന്നത്. ഇതിന്റെ ഡയറക്ടറും റൈറ്ററുമായ റിനോയ് ചേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിമായ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തപ്പോ ഞാൻ ഷോർട്ട് ഫിലിമിന്റെ പേര് ഓർത്ത്. ഞാൻ ചേച്ചി അന്ന് നമുക്ക് മറ്റേ മുറ്റത്തെ മുല്ലേക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ അന്ന് പിന്നെ ചേച്ചി തന്നെ ചെയ്തത്. ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ടു ICG. ഈ വരുന്ന ജൂലൈ 25 നിങ്ങളുടെ ഏറ്റവും അടുത്ത തിയേറ്റേഴ്സിലേക്ക് എത്താൻ പോകുന്ന ഒരു റൊണാൾഡോ ചിത്രം എന്ന് പറയുന്ന മലയാളം മൂവിയുടെ വിശേഷങ്ങളുമായിട്ട് എന്നോടൊപ്പം ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അശ്വിൻ ചേട്ടനുണ്ട്, അർജുൻ ചേട്ടനുണ്ട്, അർച്ചനയുണ്ട്, അൻസുപർണയുണ്ട്. എല്ലാവർക്കും വെൽക്കം. ഫസ്റ്റ് ടൈം ആണ് ഇന്റർവ്യൂവിന് ഇരിക്കുന്നത്. അതെ അതെ, നമ്മൾ ഒരു ഓൺ സ്ക്രീനിന് മുമ്പിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് ആദ്യമായിട്ടാണ്. ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഡോയുടെ ചെരുപ്പിട്ടേക്കുന്ന ഒരു കുട്ടിയുടെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത്. അത് ഭയങ്കര വലിയൊരു സൗഭാഗ്യമായിട്ട് ഞാൻ ഇപ്പൊ പറയണത്. അറിയട്ടെ, ആദ്യം തന്നെ നമ്മൾക്ക് വേണ്ട. അപ്പം ഇത് എന്റെ ആൾഡോ അല്ല ഇവിടുത്തെ വിഷയം. 25 ഇറങ്ങാൻ പോകുന്ന ഒരു റൊണാൾഡോ ചിത്രമാണ്. റൊണാൾഡോ അല്ല റൊണാൾഡോ. അതെ, ആൾഡോ അല്ല റൊണാൾഡോ. അപ്പൊ നമുക്ക് ഇതല്ലേ റൊണാൾഡോ. അപ്പൊ നമുക്ക് പ്രോട്ടഗോണിസ്റ്റിൽ തന്നെ തുടങ്ങാം. അശ്വിൻ ചേട്ടാ ഹായ്. നമ്മള് പാലും പഴത്തിനാണ് ഇതിനു മുമ്പ് ഇന്റർവ്യൂവിന് ഇരുന്നത്. അന്നാണ് ചെയ്തത്. നല്ലൊരു ക്യാരക്ടറായിരുന്നു ആ സിനിമയിൽ ചെയ്തത്. അതിന്റെ സീരിയലൊക്കെ നമ്മൾ കണ്ടതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു. ആൻഡ് ഇതിലിതാ റൊണാൾഡോ ആയിട്ട് വരികയാണ്. ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്നത് ആദ്യമായിട്ടല്ലേ? ഒരു പേര് വെച്ച് അത് തന്നെ സിനിമയില് അല്ലേ? അപ്പം അതൊരു സ്പെഷ്യൽ സന്തോഷമായിരിക്കും. അല്ല അങ്ങനെയല്ല, നമുക്കൊരു ഓരോ സിനിമയും നമുക്ക് ഒരു സന്തോഷമാണ്. നമ്മൾ ഓരോ സിനിമയുടെ ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച് ഒരു റൊണാൾഡോ ചിത്രം തിയേറ്ററിൽ വരാൻ പേര് എഴുതി കാണിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളുടെ ക്യാരക്ടറാണ് റൊണാൾഡോ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്. പിന്നെ ഭയങ്കര ആ ഒരു പാഷനേറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടർ നമുക്ക് പെട്ടെന്ന് നമുക്കും ചെയ്യാനൊരു ഇതുണ്ടല്ലോ, നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. അപ്പം എല്ലാം കൊണ്ടും അങ്ങനെയുള്ള ഒരു പോയിന്റിലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതിന്റെ ട്രെയിലറും ടീസറും ഓൾറെഡി ഇപ്പൊ യൂട്യൂബിലുണ്ട്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം സിനിമാ മോഹിയുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് ഒരു റൊണാൾഡോ ചിത്രം. അപ്പൊ നിങ്ങൾക്കൊക്കെ വളരെ റിലേറ്റബിൾ ആയിരിക്കും അല്ലെ? ഞാൻ അശ്വിൻ ചേട്ടൻ ഇപ്പൊ റൊണാൾഡോ ആണെന്ന് പറഞ്ഞു. അർജുൻ ചേട്ടന്റെ വേഷം എന്താണ്? ഇതാണ് ഇപ്പൊ ഈ പറഞ്ഞിടത്ത് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സിനിമ മോഹിയുടെ കഥയാണ്. പക്ഷെ അത് ഒരു കഥ മാത്രമാണ്. ഇപ്പൊ അർജുൻ ചേട്ടന്റെ എന്റെ കഥ എന്താണെന്ന് ഇപ്പൊ മീനാക്ഷി ചോദിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് അർജുൻ ചേട്ടന്റെ കഥ അർജുൻ ചേട്ടന്റെ കഥ പറയാൻ പോലെ അർജുൻ ചേട്ടൻ തന്നെ പറയാം. ഭയങ്കര റെസ്പെക്ട് ഒക്കെ. അപ്പൊ അങ്ങനെ മീനാക്ഷി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് നേരെ അഗെയിൻ ഞാനൊരു സിനിമ മോഹി തന്നെയാണ്. നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കരിയറിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും അത് അവിടെ കറക്റ്റ് ആയിരിക്കും. പേഴ്സണലി എടുക്കുമ്പോൾ ഇനി ക്യാരക്ടർ നോക്കുമ്പോൾ ഭയങ്കര പൈസക്കാരനായ ഒരു പയ്യൻ, അവൻ ആവശ്യത്തിന് പൈസ ഉള്ള വീട്ടിലൊരു പയ്യൻ. അവനോട് വീട്ടുകാർ വെളി പോകാൻ പറഞ്ഞാൽ വെളി പോകില്ല. എനിക്ക് നാടും പച്ചപ്പ് ഹരിതാപയൊക്കെ പറഞ്ഞ് നിൽക്കുന്നതെന്ന് പറഞ്ഞ പയ്യൻ ഒരു പ്രണയം വരുന്നതും ആ പ്രണയത്തിലൂടെ അവനെന്ത് സംഭവിക്കുന്നു പറയുന്നതാണ് എന്റെ കഥ. അപ്പോ ടോട്ടലി ഡിഫറെന്റ് ആണ്. എന്താണോ ട്രെയിലറിൽ കണ്ടേ അതിന്റെ ദോശ മറിച്ചിടുമ്പോ എഗ് ദോശയിലെ എഗ് കാണുന്ന പോലെയാണ് ബാക്കിയുള്ള കഥകളൊക്കെ വരുന്നത്. മനസ്സിലായി. ഞാൻ അത് നിങ്ങൾ ആ ഡിസ്ക്രൈബ് ചെയ്ത രീതി അല്ലേ, ആ ഒരു ഉപമ എങ്ങനെ കൊള്ളാം. അർച്ചന പറയൂ. ആ പ്രണയിനിയാണ് ഞാൻ. സിമ്പിൾ ആ പ്രണയിനിയാണ് ഞാൻ. ഇതിപ്പോ ഒരു കഥയല്ലല്ലോ, ഒരുപാട് കഥകളുണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ തന്നെ, ഒരുപാട് കഥകൾ. അപ്പൊ ഞങ്ങളുടെ ഒരു ഫിലിമാണ്. ഓക്കെ. ആ സിനിമയാണോ ഇനി റൊണാൾഡോ പിടിക്കുന്ന സിനിമ? അങ്ങനെയാണോ? ഫ്രൈഡേ കാണാം. ഇപ്പൊ തോന്നിയ ഡൗട്ടുകളില്ലേ, ഇതാണ് ഇവൻ ഞങ്ങൾക്കുള്ള ഡൗട്ട്. കാരണം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇപ്പൊ ഇവളുടെ സ്റ്റോറി ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളുടെ സ്റ്റോറി അവൾക്ക് അറിയില്ല. എനിക്ക് മാത്രം ഇതിലെല്ലാവരും അറിയാം. എനിക്ക് മാത്രം അശ്വിനും എല്ലാം അറിയാം, ഡയറക്ടറിനും എല്ലാം അറിയാം. അത് കഴിഞ്ഞാൽ എഡിറ്ററിനും എല്ലാം അറിയാം, ചിലപ്പോ മ്യൂസിക് ഡയറക്ടറിനും എല്ലാം അറിയാം. ഇനി പ്രൊഡ്യൂസർ ക്യാമറമാൻ ഇത് കഴിഞ്ഞാൽ ഒരാൾക്കും അറിയില്ല. അങ്ങനെയല്ല,
ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ എല്ലാവർക്കും പാർട്സ് ഓഫ് ചെയ്ത കൊടുത്തത്. ഈ റൊണാൾഡോയുടെ ക്യാരക്ടർ എല്ലാത്തിലും ഓരോ ലിങ്ക് പോയിന്റ് ആയിട്ട് വരുന്നത് കൊണ്ട് എനിക്ക് ഫുൾ കഥ അറിയാം. ആന്തോളജി പോലെ ആന്തോളജി അല്ല അത്, ഇതല്ല. സൈലന്റ് ലീഡറാ. ആരെ വിളിക്കുന്നേ? വീഡിയോ കോൾ വിളിക്കാൻ കണ്ട സമയം അത് കട്ട് ചെയ്ത് സൈലന്റ് ഗൈസ് ഒന്നും തോന്നരുത്, ആങ്കർ വളരെ ബിസി ഉള്ള ഒരു കുട്ടിയാണ് മീനാക്ഷി സുധീർ. ഇടയ്ക്കിടയ്ക്ക് കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പ്ലീസ് ഞാൻ ഏറെ കയറി ഇന്റർവ്യൂ കഴിവെന്നെ അറിഞ്ഞേട്ടാ. നമുക്ക് ഉടനെ തന്നെ സുവർണയിലേക്ക് പോവാം. സുവർണ പറയും, ക്യാരക്ടറിനെ പറ്റിയാ നമ്മൾ സംസാരിച്ചോണ്ടിരുന്നത്. എന്റെ ക്യാരക്ടറുടെ പേര് ബിജി എന്നാണ്. ഈ പറഞ്ഞ പോലെ ഈ സിനിമയിലുള്ള വേറൊരു കഥയിലുള്ള ഒരു കഥാപാത്രമാണ്. സോ ഞങ്ങളുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വൺ ലൈൻ പറയുകയാണെങ്കിൽ ഒരു 5 ഗേൾസിന്റെ ഇടയിൽ നടക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. മൊത്തത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഈ യൂണിവേഴ്സുകളായിട്ടൊന്നും ബന്ധമില്ല. ഇവരെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഓരോന്നും ഓരോ ജോണറാണ്. ഓക്കെ ഓക്കെ. അങ്ങനെ ഞങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ അത് എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളത് കുറച്ച് ക്രിയേറ്റീവ് രീതിയിൽ കാണിക്കുന്ന ഒരു കഥയാണ് ഞങ്ങളുടെ. ഞാൻ കൂടാതെ വേറെ 4 ഗേൾസും കൂടി ഉണ്ട്. സോ എനിക്ക് ഇവരുടെ സ്റ്റോറി ഒന്നും അറിയില്ല. എന്താണ് ഇനിയിപ്പോ നടക്കാൻ പോണേന്ന് 25th കണ്ടാലേ മനസ്സിലാവും. ഞങ്ങള് പ്രേക്ഷകരെ പോലെ തന്നെ തിയേറ്ററിൽ കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. അശ്വിൻ ചേട്ടാ, ഇപ്പൊ ഈ സിനിമ ഒരു സിനിമാമോഹിയുടെ സ്ട്രഗിൾസ് കാണിക്കുന്ന ഒരു കഥ കൂടി ഇതിലുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പം നിങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു അർജുൻ ചേട്ടൻ മാത്രം വേണമെങ്കിൽ അനന്യ ചേച്ചിയുടെ ബ്രദർ ആണ് എന്നുള്ളൊരു ഇത് വേണമെങ്കിൽ ഒരു ഇതിൽ നമുക്ക് വെക്കാം. അതിപ്പോ ഇതിൽ കൂടെ സത്യം പറയാം, ഞാൻ ആദ്യം ചെയ്ത പടം കുട്ടൻപിള്ളയുടെ ശിവരാത്രി. അത് കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? എങ്ങനെയാ? ഇതോടുകൂടി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, ചേച്ചി വഴിയല്ല എനിക്ക് സിനിമ വന്നേത്. അങ്ങനെയല്ല, കുട്ടൻപിള്ളയുടെ ശിവരാത്രി വരുന്നത് ഇതിന്റെ ഡയറക്ടറും റൈറ്ററുമായ റിനോയ് ചേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്ത ഷോർട്ട് ഫിലിമായ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തപ്പോ ഞാൻ ഷോർട്ട് ഫിലിമിന്റെ പേര് പറഞ്ഞു. ഷോർട്ട് ഫിലിം എന്റെ ഷോർട്ട് ഫിലിം ഞാനാണ് നായകനായിട്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യണേ, അല്ലെങ്കിൽ നാളെ റൊമാൻറ്റിക് ഡേറ്റ്. ഓക്കെ, അപ്പൊ ഇനിയൊരു സത്യം പറയാം. ഇതിന്റെ റൈറ്ററായ റിനോ ഏട്ടൻ റൈറ്റ് ചെയ്ത ഷോർട്ട് ഫിലിം ഉണ്ട്, ദ റൊമാൻറ്റിക് ഇഡിയറ്റ്. അതിനകത്താണ് ഞാൻ നായകനായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഷോർട്ട് ഫിലിം. ആ ഷോർട്ട് ഫിലിം കണ്ടാണ് എനിക്ക് കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന് പറഞ്ഞ സിനിമ വരുന്നത്. ഇങ്ങനെയാണ് എന്റെ ഫിലിമോഗ്രഫി പോയത്. പിന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തപ്പോഴാണ് വേറൊരു സിനിമ വന്നത്. ഇങ്ങനെ അവിടെ നിന്ന് കിട്ടിയ പരിചയത്തിലാണ്. ഒരിക്കലും അല്ല, ഇൻഡസ്ട്രിയിൽ കുറെ പേർക്ക് അറിയാം, പക്ഷെ അതൊന്നും സിനിമയാക്കാൻ പറ്റില്ല. അത് ഇതിൽ എന്നെക്കാളും സെറ്റപ്പിലേക്ക് എത്ര അനിയന്മാരും സൺസ് പിള്ളേരും ഉണ്ട്, അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഒരു പടമൊക്കെ ചെയ്യാൻ പറ്റും. ഒരു പടം ചെയ്യാൻ ഞാനും പണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ചേച്ചിയുടെ പേരിൽ വെച്ച് ഞാൻ ചെയ്തത്. ഞാൻ സംവിധാനം ചെയ്യും എന്ന് പറയുന്നത് അതിൽ ഞാൻ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. അത് ലാൽ അല്ലല്ല, ബാലേന്ദ്ര സാറിന്റെ ഡയറക്ഷൻ. എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. അദ്ദേഹം വളരെ ഞാനല്ലേ പറഞ്ഞത്. ഓക്കെ, സോറി, ഞാൻ ട്രോളി. അതിൽ ഞാൻ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അത് ചേച്ചി വഴിയാ വരുന്നത്. പിന്നീട് വന്നതെല്ലാം പണിയെടുത്താണ്. ഈ 10 വർഷം കൊണ്ട് 6 സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാലോ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. എങ്കിലും അനന്യ ചേച്ചി പടങ്ങളിൽ ഇങ്ങനെ തിരക്കായിട്ട് അഭിനയിക്കുമ്പോൾ ഐ തിങ്ക് ചേട്ടൻ അന്ന് യങ് ആയിരിക്കും അല്ലേ? അന്ന് ഞാൻ 12th ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കണം. ഈ സ്റ്റാർഡും ഒക്കെ അന്ന് എങ്ങനെ ഹാൻഡിൽ ചെയ്ത്? അന്ന് ആ ഒരു സമയത്ത് വീട്ടിലേക്ക് കത്തുകൾ വരിക അങ്ങനെ ഒരു കാരണം ഈ ഇൻസ്റ്റാഗ്രാം ഒന്നും അത്ര ഫേമസ് അല്ലാത്തൊരു സമയത്താണ്. ഞാൻ ചേച്ചി അന്ന് നമുക്ക് മറ്റേ മുറ്റത്തെ മുല്ലേക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ അന്ന് പിന്നെ ചേച്ചി ആ ഒരു മൂടായിരുന്നു. പക്ഷെ എല്ലാവർക്കും അറിയാം ഭയങ്കര. പക്ഷെ നമ്മൾ സീരിയസ് ആയിട്ട് സിനിമയെ കണ്ടു തുടങ്ങി, അഭിനയം ഭയങ്കരമായിട്ട് ക്ലോസ്ലി വാച്ച് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ 3rd ഇയർ 5th ഇയർ ആയപ്പോഴാണ്. അപ്പോഴാണ് മനസ്സിലാവണം ഈ പുള്ളിക്കാരി നന്നായിട്ട് അഭിനയിക്കൂലേ, ഇതെല്ലാം നാട്ടുകാർ പറയണേ ചേച്ചി കൊള്ളാട്ടോ നല്ല നടിയായിട്ടൊക്കെ പറഞ്ഞതിൽ ദർ ഇസ് എ റീസൺ എന്ന് മനസ്സിലായത് അപ്പോഴാണ്. പറയുന്ന പോലെ കുറെ ഇപ്പൊ ചേച്ചിയുടെ ചെരുപ്പൊക്കെ പൂജയ്ക്ക് വെക്കുന്ന തമിഴില് നാട്ടിലൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സീരിയസ് തള്ളുന്നല്ല, നാളെ ഞാൻ ഏറി കയറുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയും ഭീകരമായി സ്നേഹിക്കുന്നവരുള്ള കാലഘട്ടമായിരുന്നു. ചേച്ചിയുടെ ഹൈപ്പ് അങ്ങനെ ആയിരുന്നല്ലോ. അനന്യ എന്ന് പറഞ്ഞാൽ തമിഴ് മലയാളത്തിൽ അത്ര പേർക്ക് അറിയാം. അതൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട്
അല്ല അത് കണ്ടന്നാ സാധാരണ ഈ അനിയന്മാർക്കുണ്ടല്ലോ ചേച്ചിമാരുടെ സിബ്ലിങ്സ് പൊതുവെ എന്തെങ്കിലും കാര്യം ചെയ്താൽ അംഗീകരിക്കാൻ ഒരു മടി ഉണ്ടാകും. അത് അംഗീകരിച്ചു തുടങ്ങിയ ഒരു പോയിന്റ് ആയിരുന്നു ഞാൻ ചോദിച്ചത്. ആ പോയിന്റ് ആണ് നമ്മൾ അപ്പൊ നമുക്കത് ആരൊക്കെ എന്തൊക്കെയോ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തു. പക്ഷെ നമ്മൾ സിനിമയെ ഭയങ്കര ക്ലോസ്ലി വാച്ച് ചെയ്ത് ഭയങ്കരമായിട്ട് സിനിമാക്കാരനാണ്, അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അതിന്റെ വാല്യൂ മനസ്സിലാവുന്നത്. ഒരു ഫാനിനെ കിട്ടാൻ എന്ത് പാടാന്ന് മനസ്സിലാവും. അപ്പോഴാണ് ചേച്ചി അത്രയും ഫാൻസിനെ കിട്ടിയത്. ചേച്ചി അപ്പൊ ചേച്ചിയുടെ ഒരു ആരാധന ഡെഫിനറ്റ്ലി. അത് കഴിഞ്ഞ് പിന്നെ ചേച്ചി ചെയ്ത പടങ്ങളൊക്കെ ഞാൻ കണ്ടു നോക്കിയപ്പോ ഓക്കെ, രസമുള്ള ക്യാരക്ടേഴ്സ് തമിഴിലായാലും മലയാളത്തിലായാലും സീനിയേഴ്സിലൊക്കെ ആ സമയത്തൊക്കെ. അപ്പോഴാണ് അസൂയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, അസൂയയും ഇല്ല. ചേച്ചി എവിടെ നിൽക്കണു, നമ്മൾ ഇവിടെ എവിടെ നിൽക്കണു. ഇനി എന്നാ മലയാളത്തിൽ ചേച്ചി അതേപോലെ ഒരു പുള്ളിക്കാരി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, വാതിലും തുറന്ന് വരൂ. വളരെ സെലക്റ്റീവ് ആയിട്ട് എടുക്കണുള്ളൂ. സെലക്റ്റീവ് ഇൻ ദ സെൻസ് അന്ന് ചെയ്തപ്പോ നമുക്ക് പെട്ടെന്ന് വരുന്ന പടങ്ങളൊക്കെ നല്ല പടങ്ങളായിരുന്നു ചേച്ചിക്ക് വന്നത്. ഇനി അങ്ങനെ വരണം. ഒരു ചെറിയ ഗ്യാപ്പ് വരുമ്പോൾ ഒരു ഇഷ്യൂസ് ഉണ്ടല്ലോ, അത് മാറി ആൾക്കാർ മനസ്സിലാക്കി അനന്യ ഒരു ആർട്ടിസ്റ്റ് ഇപ്പോഴും ഷീസ് വില്ലിങ്, ഷീസ് റെഡി ടു ഡു മൂവീസ് എന്ന് അറിയണം. കുറെ പേര് എൻ്റെ അടുത്ത് തന്നെ, ഞാൻ ഈ തെണ്ടി ചാൻസ് വെച്ച് നടക്കുമ്പോൾ എൻ്റെ അടുത്ത് ചേച്ചി ഇപ്പൊ പടം ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന കൺട്രോളേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ വിചാരം പുള്ളിക്കാരി നിർത്തി. എനിക്ക് തരില്ല കേട്ടോ അവരൊന്നും, ടു ബി വെരി ഫ്രാങ്ക്. എന്നാലും അവര് ഓക്കെ ചേച്ചിക്ക് ഞാൻ പറയും പിന്നെ പടം ചെയ്യണ്ടല്ലോ എന്ന് ഞാൻ പറയും. കുറെ പേര് വിചാരിച്ചിരിക്കുന്ന ഷൂട്ടിക്ക് ബ്രേക്ക് എന്നാണ്. അങ്ങനെയൊന്നുമില്ല. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് മൂവി ചേച്ചിയുടെ? എനിക്ക് അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് കൾട്ട് മൂവി ആയിട്ട് തോന്നുന്നു അപ്പൻ. എങ്കേം എപ്പോഴും അത് നല്ലൊരു പടമായിരുന്നു. ചേച്ചിയുടെ പെട്ടെന്ന് പറയുമ്പോ അതൊക്കെയാണ് ഫേവറേറ്റ് ആയിട്ടുള്ള. സീനിയേഴ്സ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. ലാലറ്റിനോട് അഭിനയിച്ചിട്ടുണ്ടല്ലോ, മറ്റേ 2 പടം അഭിനയിച്ചു അതൊക്കെ. പക്ഷെ എനിക്ക് പെട്ടെന്ന് അതെ എങ്കേപ്പോ ക്യാരക്ടർ ഭയങ്കര അടിപൊളി ക്യാരക്ടർ. അതെ അതെ നല്ലൊരു മൂവി. പണ്ട് കുഞ്ഞളിയൻ ഇറങ്ങിയ സമയത്ത് നിങ്ങളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ ചേച്ചിയുടെ ആ ചെമ്പഴുക്ക എന്ന് പറയുന്ന പാട്ടിൽ ചേച്ചി ഇട്ടിരുന്ന ഡ്രസ്സ് വൻ ഹിറ്റ് ആയിരുന്നു ആ സമയത്ത്? അന്ന് ആ സമയത്തൊക്കെ സിനിമാ പേര് പറഞ്ഞിട്ട് ഡ്രസ് കുഞ്ഞളിയൻ ഡ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലാച്ച മാതിരി സാധനം ഉണ്ടായിരുന്നു. ചേച്ചി അത്ര സെറ്റപ്പ് ഒക്കെ ആയിരുന്നു. വളരെ സെറ്റപ്പായിരുന്നു. ഞാനിങ്ങനെ നരസിംഹപുരത്തിലെ മോഹൻലാലിന്റെ വാച്ചും ചെരുപ്പൊക്കെ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം എന്റെ ചേച്ചി അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി കമ്മിങ് ബാക്ക് ടു റൊണാൾഡോ ചിത്രം. അശ്വിൻ ചേട്ടാ, ഇപ്പം ഒരു സിനിമാ മൂഹിയുടെ സ്ട്രഗിൾസ് അത് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. അപ്പം അങ്ങനെ സ്ട്രഗിൾസ് റൊണാൾഡോ ഇതിനകത്ത് ഒരുപാട് കാണിക്കുന്നുണ്ട്. അശ്വിൻ ചേട്ടൻ തനിയെ വഴിവെട്ടി വന്ന ഒരാളാണ്. ഇപ്പം സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ആക്ടറാണ്. ഈ സമയത്ത് സ്ട്രഗ്ലിംഗ് പീരീഡിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടി വന്ന സ്ട്രഗിൾ എന്തായിരുന്നു? ഇല്ലേ, അതിനകത്ത് ആ ലാസ്റ്റ് പറയുന്നത് ഞാൻ അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. സക്സസ്ഫുൾ എന്ന് പറയുന്ന ഒരു പരിപാടി എത്തിയിട്ടില്ല. അതെന്താ പറയുക, നമുക്ക് ഇതിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത് തന്നെ. ഞാൻ എപ്പോഴും ഒരു സിനിമ കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സിനിമ തീരുമ്പോൾ ഞാൻ ഓർക്കും ഇനി അടുത്ത സിനിമ വരില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇപ്പോഴും ചിന്തയുണ്ട്. പക്ഷെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടോ, അങ്ങനെയല്ല കേട്ടോ. മീനാക്ഷി പെട്ടെന്ന് ഈസിലി മനസ്സിലാക്കി സക്സസ്ഫുൾ ആണ് അശ്വിൻ. മീനാക്ഷിക്ക് എനിക്ക് അശ്വിൻ സക്സസ്ഫുൾ ആണ്. അശ്വിൻ സക്സസ്ഫുൾ ആയിരിക്കില്ല. അശ്വിന് ചിലപ്പോൾ കുറച്ചും കൂടി ആസിഫിക്ക, അർജുൻ അശോക് എന്നൊക്കെ പെട്ടെന്ന് അവരൊക്കെ സക്സസ്ഫുൾ ആയി തോന്നാം അല്ലേ, അടുത്തൊരു ലെവലിലേക്ക്. ഉറപ്പായിട്ടും നമുക്ക് ഇത്രേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റണം, ഇഷ്ടമുള്ള സിനിമ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ലാവിഷായിട്ട്. ഞാൻ സിനിമയിൽ നമ്മളൊരു സക്സസ്ഫുൾ ലാവിഷ് അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർഡം എന്നൊക്കെ കാണുന്നത്, നമ്മളൊരു കഥ കേൾക്കുമ്പോൾ ആ കഥ കേട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഉടനെ നമുക്ക് തുടങ്ങാം എന്ന് പറയുമ്പോൾ ആ പടം നാളെ തുടങ്ങാൻ പറ്റണം, നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് നടക്കാൻ പറ്റണം. അതാണ് ഞാൻ കാണുന്ന സ്റ്റാർഡം എന്ന് പറയുന്നത്, ഡ്രീം എന്ന് പറയുന്നത്. അത്രയും എത്തുക എന്നുള്ളതാണ്. ഇപ്പം ഇതിൽ അതുപോലെ തന്നെ എനിക്ക് നേരത്തെ പറഞ്ഞ പോയിന്റ്, ഇപ്പോൾ നമ്മൾ ഈ ഒറ്റയ്ക്ക് വഴിവെട്ടി എന്നൊക്കെ പറയുമല്ലോ, സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇതിനകത്ത് ഉള്ള പരിപാടി നടക്കൂല. ഇതൊരു ഗ്രൂപ്പ് വർക്കാണ്. ഒരു പ്രൊഡ്യൂസർ തീരുമാനിക്കണം ഒരു പടം നടക്കാൻ, ഒരു ഡയറക്ടർ തീരുമാനിക്കണം, റൈറ്റർ തീരുമാനിക്കണം, അപ്പോഴേ ഒരു ആക്ടർ ഓണാവുന്നുള്ളൂ. സോ എനിക്കത് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, എനിക്ക് പിന്നെ പറയാം, ഞാൻ എന്നെ പുഷ് ചെയ്തു പറഞ്ഞു. അപ്പോഴും ഞാൻ എന്നെ പുഷ് ചെയ്യുമ്പോൾ പറയുമ്പോൾ എനിക്ക് എൻ്റെ വൈഫ്, അവളെൻ്റെ കുറേ വർഷങ്ങളായ എൻ്റെ പാർട്ട്ണർ, അവള് എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും എന്നെ ഡൗട്ട് ചെയ്യാതെ പറ്റും എന്നൊക്കെ പറഞ്ഞ് എന്നെ പുഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പനും അമ്മയ്ക്കും ഈ പറയുന്ന പോലെ അവർക്ക് എപ്പോഴും അവർ പഠിപ്പിക്കാൻ വിടുന്നത് എന്തിനാ,
നമ്മൾ ജോലി ചെയ്ത് നോർമൽ ജോലി ചെയ്ത് വരാൻ വേണ്ടിയാണല്ലോ അവർ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഒബ്വിയസ്ലി സിനിമ എന്ന് പറയുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് എനിക്ക് യാത്രയും പോക്കും എല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ റൊണാൾഡോ ചിത്രം എന്ന് പറയുന്ന ഈ സിനിമയിലോ ഇട്ടോ അല്ലെങ്കിൽ ഈ സിനിമയുടെ ക്യാരക്ടറും എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്. എനിക്ക് മാത്രമല്ല, പാഷനേറ്റ് ആയിട്ടുള്ള നമ്മൾ ഫിലിമിനല്ല എല്ലാവർക്കും പെട്ടെന്ന് കണക്ട് ആവുന്നതാണ്. ഡയറക്ടർ അടക്കം, ഡയറക്ടറും പ്രൊഡ്യൂസേഴ്സും പ്രൊഡക്ഷൻസും അവരും എല്ലാം തന്നെ ഭയങ്കര പാഷനേറ്റ് ആയിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയത്. എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ സ്ട്രഗിൾ ആയിരുന്നു ഞാൻ ചോദിച്ചത്. എങ്ങനെയായിരുന്നു? അല്ല, ഏറ്റവും കൂടുതൽ ഇപ്പം ഓരോ ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ പോയി കാണുമ്പോൾ ഫേസ് ചെയ്തിട്ടുള്ള റിജക്ഷൻ ആണോ, അല്ലെങ്കിൽ ഒരു പടം തുടങ്ങാനുള്ള ഡിലേ ആണോ? ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കാസ്റ്റ് ചെയ്തിട്ട് പിന്നെ മാറ്റിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്ത് കേട്ടിട്ടുണ്ട്. അതിന് ദീർഘനിശ്വാസം ഇടുന്നുണ്ടല്ലോ. പണ്ടേ ഞാൻ അശ്വിനൊക്കെ സംസാരിച്ചിട്ടുണ്ട്, പറയാൻ പാടില്ല എന്നാലും പേരുകളൊന്നും പറയുന്നില്ല. വലിയ 1-2 പടങ്ങളിൽ നിന്നൊക്കെ കാസ്റ്റ് ചെയ്ത് നീ ആണടാ എന്ന് പറഞ്ഞ് പോയിട്ട് 2-3 ദിവസം കഴിയുമ്പോ സോറി അർജുനെ, അയ്യോ അല്ല അതാണ് ആ ദീർഘനിശ്വാസം കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അല്ല എനിക്കിത് ഇതിന്റെ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സിനിമയിൽ വരുന്ന ഓരോ ടൈപ്പ് സ്ട്രഗിൾ ഉണ്ടല്ലോ. നമുക്ക് ഒരു ഐഡന്റിറ്റി ഇഷ്യൂ വരും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് നമ്മൾ നന്നായിട്ട് നമ്മളെടുത്ത ഒരു സിനിമ അത് തിയേറ്ററിൽ വരുമ്പം ആ നേരം നമുക്ക് തിയേറ്റർ കിട്ടാതെ പോവുക, അങ്ങനെയുള്ള എല്ലാ തരത്തിലും കൂടെ എനിക്കിപ്പോൾ ഈ കുറച്ച് നാൾ കൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെ പോകാൻ പറ്റി. അതിൽ നിന്നൊക്കെ എല്ലാം എനിക്ക് മനസ്സിലായെന്നറിയോ, ഇതിൻ്റെ ഭാഗമാണ്. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും. എനിക്ക് ആ സ്ട്രഗിളിനെ എനിക്ക് കൂടുതൽ ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പകുതി പേരും നമ്മൾ കേൾക്കുന്ന നമ്മൾ പലരും തന്നെ പല സ്ട്രഗിളിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ വലിയ കാര്യമില്ല. എനിക്ക് ആകത്തുക ഞാൻ പറയുവാണെങ്കിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ ആഗ്രഹം വിടാമുയർച്ചി എന്ന് പറയുന്ന പോലൊരു സാധനം ഉണ്ടല്ലോ, ആ സ്ട്രെയിറ്റ് അങ്ങനെ പൊക്കോണ്ടിരുന്നാൽ മതി. അത് പിന്നെ ഓക്കെ, അപ്പം നമുക്ക് പുതിയ സ്ട്രഗിൾ ആയിരിക്കും. എല്ലാം സ്ട്രഗിൾ ഉണ്ട്. അതെ, അത് പൊതുവെ ലൈഫ് എന്ന് പറയുമ്പോഴേ എപ്പോഴും ലൈക്ക് എന്തെങ്കിലും ഒക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഒബ്സ്റ്റക്കിൾസ് വരും, അതിനെ മറികടന്ന് പോവുക, അതാണ് ആ ഒരു ജേർണി എന്നാണല്ലോ പറയുന്നത്. എനിവേ ബ്യൂട്ടിഫുൾ. എങ്ങനെയാണ് അർച്ചന റൊണാൾഡോ ചിത്രത്തിന്റെ ഭാഗമാകുന്നത്? അർച്ചന ആക്ച്വലി വിജയ് സാറിന്റെ വരിസിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിന് മലയാളത്തിലെ ഫസ്റ്റ് പടമാണ്. ഓ നൈസ് നൈസ്. അതെന്താണ് മലയാളിയായിട്ട് ആദ്യം മലയാള ചിത്രം ചെയ്യാഞ്ഞത്? എനിക്കതിൽ നല്ല വിഷമമുണ്ട്, പക്ഷേ കിട്ടിയില്ല. ഞാൻ അവിടെ തമിഴ്നാട് ബേസ്ഡ് ആയതുകൊണ്ട് എനിക്ക് അവിടുത്തെ ഓഫേഴ്സ് ആണ് കൂടുതൽ കിട്ടിയിരുന്നത്. ഇതെനിക്ക് DOP ഉണ്ണിച്ചേട്ടൻ വഴി വന്നതാണ് റൊണാൾഡോ ചിത്രം. സാറ് റെഫർ ചെയ്തിട്ട് ഡാൻസ് ആയിരുന്നു മെയിൻ ആയിട്ട് നോക്കി. ഡാൻസ് കളിക്കാൻ അറിയുന്ന ഒരു കുട്ടി അഭിനയിക്കാനാണോ ഇതില്? ഇതിലൊരു ഡാൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങക്ക് കുറെ കൊറിയോഗ്രാഫി ചെയ്ത് പഠിക്കാനുള്ള ഗ്യാപ്പ് ഒന്നുമില്ല. അപ്പൊ പെട്ടെന്ന് വരണം, പഠിക്കണം, നെക്സ്റ്റ് ഡേ ഷൂട്ട് പോകണം. സോ അതുകൊണ്ട് ദേ വാണ്ടഡ് എ ഡാൻസർ. അതായിരുന്നു മെയിൻ ക്രൈറ്റീരിയ. അങ്ങനെയാണ് സിനിമയ്ക്ക് വന്നത്. ഫസ്റ്റ് ഫിലിമാണ്, അതുകൊണ്ട് എനിക്ക് എക്സ്പെക്ടിങ് മോർ ഓഫേഴ്സ് ഫ്രോം മലയാളം. ബ്യൂട്ടിഫുൾ. എങ്ങനെയുണ്ടായിരുന്നു വിജയ് സാറിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്? വി ഹാഡ് ലൈക്ക് ഒരു 10 ദിവസം സ്കെഡ്യൂൾ ഉണ്ടായിരുന്നു. 10 days with him. കാണാൻ പറ്റിയിട്ടില്ല, 3 ദിവസം കണ്ടുള്ളൂ കുട്ടി. അതെ, കട്ട് ചെയ്ത് ശരിക്കും ഐ മീൻ 7 ദിവസം കട്ട് ചെയ്തില്ല, പക്ഷെ കുറെ സീൻസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി അത് ആരെങ്കിലും വിജയ് സാർ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഇല്ല, ഭാഗ്യം കിട്ടിയ ആളാണ്. ഇങ്ങനെ നിന്നത് ഇങ്ങനെ മറ്റേ പോസ്റ്ററിൽ നോക്കട്ടെ സാർ എന്താ പറഞ്ഞിട്ട് ചാർട്ടൊക്കെ നോക്കിട്ട് എന്റെ പുള്ളി തള്ളിയൊക്കെ മാറ്റി നോക്കട്ടെ സാർ കുറച്ച് മാത്രം ക്യാമറയില് പുള്ളി വളരെ ആക്ച്വലി എന്റെ ഫസ്റ്റ് സിനിമ സെറ്റ് ആയിരുന്നു അത്. ആദ്യം തന്നെ അതൊരു വലിയ സെറ്റ് ആയിരുന്നു. ഓബ്വിയസ്ലി വിജയ് ഫിലിം അല്ലേ. അപ്പൊ ആ ഒരു ഭാഗ്യം കിട്ടിയത് ഐ തിങ്ക് ഇറ്റ്സ് വെരി ഗുഡ്. ബിക്കോസ് ആ സെറ്റ് കാണുക, കാരവാനൊക്കെ ഫസ്റ്റ് നമുക്ക് കിട്ടുക, അതിന്റെ ഒക്കെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. വിജയ് സാർ ഇസ് വെരി സ്വീറ്റ്. ലൈക്ക് കുറച്ച് റിസർവ്ഡ് ആണ്, അധികം സംസാരിക്കില്ല. ഫസ്റ്റ് ദിവസം ഒക്കെ ഭയങ്കര ഫോർമൽ ആയിരുന്നു, ഹായ് അർച്ചന അത്രേ ഉള്ളൂ. പിന്നെ സെക്കൻഡ് ദിവസം തൊട്ട് നന്നായി സംസാരിക്കാൻ തുടങ്ങി. ഹാഡ് ഗുഡ് ടൈം. അർച്ചനക്ക് പേടി ഉണ്ടായിരുന്നു ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുമ്പോ? ഓ തലപതി വിജയ് നോ ആണോ? ഓ ധൈര്യവതി. എനിക്ക് പ്രകാശ് രാജ് സാറിനോട് സംസാരിക്കുമ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നു. അതെന്താ? എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര റെസ്പെക്ട് ഉള്ള ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് ആക്ടർ ആണ്. ബിക്കോസ് വേഴ്സറ്റൈലിറ്റി ഭയങ്കര ആണല്ലോ. സോ സാറിനെ കണ്ടപ്പോൾ ഐ വാസ് ഫ്രീക്കിംഗ് ഔട്ട്. ഒരു വെറ്ററൻ ആക്ടർ ആണ്. അതെ അതെ. അപ്പൊ പ്രകാശ് രാജ് സാറിനെ കണ്ടപ്പോൾ ഐ വാസ് ഫ്രീക്കിംഗ് ഔട്ട്.
കഴിഞ്ഞോ? അല്ല, ഒരു ക്വസ്റ്റ്യൻ മീനാക്ഷിയോട് ചോദിക്കാനായിരുന്നു. മീനാക്ഷി ഇന്റർവ്യൂ ചെയ്തതിൽ പേടിച്ച് ഇന്റർവ്യൂ ചെയ്തൊരു ഇന്റർവ്യൂ മമ്മൂക്ക. എല്ലാരും പറയണില്ല ആണല്ലേ? പക്ഷേ അത് പാവം നമ്മള് ചെന്നിരുന്ന് ഒരു 5 സെക്കൻഡ് അദ്ദേഹത്തിന് ഒന്നും വേണ്ട, അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പുള്ളി നമ്മളെ കംഫർട്ടബിൾ ആക്കും. അങ്ങനെ ഞാന് ഒരു 3 വട്ടം മമ്മൂക്കയുടെ ഇന്റർവ്യൂ എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഞാൻ എടുത്തത് ഭീഷ്മപർവത്തിന് വേണ്ടിയിട്ടായിരുന്നു, ഒരു 1-on-1 കോൺവെർസേഷൻ. അന്ന് എല്ലാ മീഡിയക്കാർക്കും കൂടെ മമ്മൂക്ക കൊടുക്കുന്നത് 30 മിനിറ്റ് ആണ്. നിങ്ങൾക്കൊരു 5 മിനിറ്റ് ചോദ്യം ചോദിക്കാം, നിങ്ങൾക്ക് എന്ത് വേണോ ചോദിക്കാം, അതിനുള്ളിൽ കോണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ മമ്മൂക്ക ഒരു കസേര ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും, ടക്കനെ ആൾക്കാർ ചോദിച്ചു. അങ്ങനെയായിരുന്നു തന്നെ. അപ്പൊ ബെയർലി ഫോർ 7 minutes ഐ സ്പോക്ക് വിത്ത് ഹിം. അപ്പം എന്താ പറഞ്ഞാൽ ഇദ്ദേഹം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇപ്പൊ നമ്മൾ ഈ റൂമിലിരിക്കുക, അവിടെ നിന്ന് മമ്മൂക്ക വരികയാണെങ്കിൽ തന്നെ ഫുൾ സ്പേസ് അങ്ങ് സൈലന്റ് ആവും. ആ ഒരു ഓറ നമുക്ക് അവിടെ ഫീൽ ചെയ്യാം. ചില ആൾക്കാരൊക്കെ അതെ അതെ. 3 പ്രാവശ്യം എടുക്കുമ്പോഴും പേടി ഉണ്ടായിരുന്നോ? പിന്നെ നമുക്ക് ആ പേടി എന്നാലും ആ ഒരു റെസ്പെക്ട് കലർന്നിട്ടുള്ള ഒരു ലവ് ആൻഡ് റെസ്പെക്ട് വെച്ച് നമ്മൾ അങ്ങനെ നിൽക്കും. പക്ഷെ എന്നാലും എന്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇന്റർവ്യൂസ് ചോദിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും. അത് ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ തുടങ്ങി 3-ാം മാസം അത് സംഭവിച്ചത്. ഇത് ആദ്യം വിജയ് സാറിന്റെ പടം എന്ന് പറയുന്നത് പോലെ. ഓക്കെ, കമ്മിങ് ടു സുവർണ. പ്രേമലു എന്ന് പറയുന്ന സിനിമയിലൂടെ നമ്മൾ കണ്ട് നെസ്ലിന്റെ ക്രഷ് ആയിട്ടല്ലേ, പാവ നെസ്ലിനെ ഛർദിപ്പിച്ചു. എന്നാലും റിജക്ഷൻ വന്നതുകൊണ്ടാണ് കള്ളു കുടിച്ച് ഇതായത് അല്ലേ? പക്ഷെ എന്നാലും ആ ഒരു ഇത് കൊണ്ടാണ് അതില് ബേസ് കാരണം ഇതാണല്ലോ. ഗിരീഷനോട് ചോദിച്ചോ പ്രേമലു 2-നെ പറ്റിയിട്ട്, ഞാനുണ്ടോ ചേട്ടാ വേണമെങ്കിൽ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി? എന്ത് വെച്ചാല് ഒന്നും ആയിട്ടില്ല എന്ന് പറയും. പറഞ്ഞിട്ടില്ല അവരിപ്പം, എനിക്ക് അറിയില്ല ടോൺ ആയോന്ന് അറിയില്ല. ഈ സിനിമ പ്രേമലു സംഭവിച്ചതിന് ശേഷമാണ് ആക്ച്വലി നെസ്ലിന്റെയും മമിതയുടെ ഒക്കെ ഗ്രാഫേ മാറിപ്പോയത്. അപ്പൊ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇവരുടെ ഒരു പൊട്ടൻഷ്യൽ കാണുമ്പോൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ പൊതുവായിട്ട് ടാലന്റഡ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഒക്കെ ഉള്ള ഒരു സെറ്റാണ്, അപ്പൊ അവരുടെ ഇടയിൽ അങ്ങനെ ടോക്സ് ഉണ്ടായിട്ടുണ്ടോ അവരെ പറ്റിയിട്ട്? എനിക്ക് എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ലൈക്ക് എനിക്ക് നെസ്ലിനെ നേരത്തെ കണ്ട്, ഞങ്ങള് ഒരേ ജിമ്മിലായിരുന്നു, കണ്ട് പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ സംസാരിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷെ സെറ്റ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആക്ച്വലി മനസ്സിലാവാനില്ല അത് ക്യാരക്ടർ പിടിച്ചു നിൽക്കുവാണോ അതോ നെസ്ലിന്റെ ശരിക്കും ആള് ഭയങ്കര സിമ്പിൾ, ഭയങ്കര നാച്ചുറൽ ആയിട്ട് ചെയ്യണേ. അപ്പൊ എനിക്ക് ആ ഒരു ടെൻഷൻ എനിക്ക് മനസ്സിലായത് ശരിക്കും ഇങ്ങനെയാണോ അതോ ആക്ടിങ് ആണോ, ഇത് ഏതാണ്? കാരണം ഫുൾ അഭിനയ ക്യാമറ ആക്ഷൻ പറയുമ്പോഴല്ല, അല്ലേലേ പുള്ളി അങ്ങനെ അവിടെ അങ്ങനെ നടക്കണം. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് വെച്ച് കണ്ടപ്പോഴും ഓക്കെ അതങ്ങനെയല്ല, ഡിഫറെന്റ് ഉണ്ടെന്ന് എനിക്ക് നെസ്ലിനെ അങ്ങനെ ഒരുപാട്, ഞാൻ നെസ്ലിനെ 2-3-4 വട്ടം ഇന്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. പത്രോസിന്റെ പടപ്പുകൾ എന്ന് പറയുന്ന ആ പടം തൊട്ടിട്ട് ഞാൻ നെസ്ലിനെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ്. പ്രേമലൂരും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ പറഞ്ഞെങ്കിൽ നെസ്ലിന് ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ നെസ്ലിനെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും സംസാരിപ്പിച്ച് കോണ്ടന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പാടാ. നെസ്ലിൻ അധികം സംസാരിക്കില്ല, പക്ഷെ സംസാരിക്കണമെങ്കിൽ നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും. Like his work can be seen on screen. അല്ലാണ്ട് ഇന്റർവ്യൂസിൽ വന്നിട്ട് അങ്ങനെ ഒരുപാട് സംസാരിക്കില്ല. നെസ്ലിൻ ഇസ് ലൈക്ക് നിങ്ങൾ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നുള്ളൊരു ഇതിലാണ്, ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. അങ്ങനെ ആയിരിക്കും നെസ്ലിന്റെ എല്ലാ ഇതും. അപ്പൊ ഞാനിങ്ങനെ ഓർത്തുവേ നെസ്ലിൻ അങ്ങനെ ഒരു എക്സ്ട്രോവേർട്ട് ആണോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി രണ്ട് ഡിഫറെന്റ് ഇതാണെന്നുള്ളത്. അപ്പൊ ക്യാരക്ടർ പിടിച്ച് നിൽക്കുമായിരുന്നു ഫുൾ ക്യാരക്ടർ. അതെനിക്ക് പിന്നെ പുറത്ത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇത് എങ്ങനെയാ പൊതുവെ ഓരോരുത്തർക്കൊക്കെ ഓരോ മെത്തേഡാണോ ആക്ടേഴ്സ്? ഇപ്പൊ നെസ്ലിന്റെ കാര്യം പറഞ്ഞു, കുറച്ചു നേരം ക്യാരക്ടർ പിടിച്ച് നിൽക്കണ ആ ഒരു അപ്പം കട്ട് വിളിച്ചാലും മൂപ്പർ അതൊന്നും പുറത്ത് വരില്ല. സെയിം ആയിരുന്നു. ഇനിയിപ്പോ അന്നത്തെ ദിവസം അങ്ങനെയാണോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ നോക്കുമ്പോ ഫുൾ ആ ക്യാരക്ടർ ആ സിനിമയിൽ കണ്ടില്ലേ അതുപോലെയാണ്. ഗിരീഷാന്റെ അടുത്ത് സംസാരിക്കുമ്പോ പോലും അങ്ങനെ ആ ടോൺ പിടിച്ച് അങ്ങനെ സംസാരിക്കും, സച്ചിനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഓഫ് സ്ക്രീൻ നിങ്ങൾക്ക് അവിടെ സച്ചിനെയാണ് കാണാൻ പറ്റിയത്? ഫുൾ ഓഫ് സ്ക്രീൻ ഓൺ സ്ക്രീൻ സച്ചിനെയാണ് കണ്ടത്. അത് മേ ബി ചിലപ്പം ഈ പ്രേമലുവിന്റെ തന്നെ ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഫാമിലി പോലെയായിരുന്നു സെറ്റ്, അതിൻ്റെതായിരിക്കും. അതെ, എന്തായാലും നമുക്കിനി ചെറിയൊരു ഗെയിമിലേക്ക് പോകാം. എനിക്ക് ചിപ്സ് ഒന്ന് തരാമോ? ഇത് നിങ്ങൾ എടുത്തിട്ട് പാസ് ചെയ്തോളൂ. ഇപ്പൊ തുറക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിമിന്റെ പേര് മൈ ഫസ്റ്റ് എന്നാണ്. ഞാൻ എൻ്റെ എല്ലാ ഇന്റർവ്യൂസിലും ലാസ്റ്റ് കൊടുക്കുന്ന എൻ്റെതായിട്ടൊരു സിഗ്നേച്ചർ ഗെയിമാണിത്. അപ്പൊ ഇതിനകത്ത് ലാസ്റ്റ് ഇന്റർവ്യൂല് ശബരിഷയുടെ പറഞ്ഞു നിന്റെ ഈ ഗെയിമുകൾ ഇനി ഡയലോഗ് പറയണ്ടായിരുന്നു. അല്ലല്ല, നല്ല ഗെയിം. ശബരിഷയുടെ 2 വട്ടം കളിച്ചിട്ടുണ്ട് അതിന്റെ. അപ്പൊ എന്താ പറഞ്ഞു, ഏത് ധീരനും കളിച്ചു. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ചിപ്സ് ഉണ്ട്,
മൈ ഫസ്റ്റ് എന്നാണ് ഈ ഗെയിം റൗണ്ടിന്റെ പേര്. അതിൽ ഓരോന്ന് എഴുതിയിട്ടുണ്ടാവും. ഷെയർ യുവർ ഫസ്റ്റ് എക്സ്പീരിയൻസ്. കള്ളത്തരം കാണിക്കരുത്. ആ അപ്പം ഇനി ഇപ്പം അർജുൻ ഇനി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. തുറന്ന് നോക്കാത്തവർക്ക് അത് സ്പെല്ലിംഗ് പറഞ്ഞാൽ മതി, ഞാൻ വായിച്ചു തരാം. എന്തോ ഇട്ടിരിക്കണേ മനസ്സിലായില്ല സത്യം പറഞ്ഞ തുറക്കണ്ട. എക്സ്ചേഞ്ച് ചെയ്യണോ നിങ്ങൾക്ക്? ചെയ്യാം. വേണ്ട. കളി എങ്ങനെയാണ്? എക്സ്ചേഞ്ച് ചെയ്യണം. ഓപ്ഷണൽ ആണ്. ഇപ്പൊ ചില സംഭവങ്ങൾ എടുക്കുമ്പോ ഇത് എന്റെ എല്ലാം തോന്നൂല. അതുകൊണ്ട് ഞാൻ വെറുതെ വായിച്ചു നോക്കണ്ടേ? അപ്പൊ നോക്കിയല്ലേ പറയാൻ പറ്റൂ. വായിച്ചു നോക്കിയ ലോക്കാണ്. നോക്കാം. മതി. ഓക്കെ ഡൺ. അപ്പൊ നമുക്ക് എന്നാ ആർച്ചേട്ടൻ തന്നെ തുടങ്ങിക്കോ. കള്ളത്തിന് കാണിച്ച ആളല്ലേ? എനിക്ക് നോക്കാലോ. സിനിമാ നടി അനന്യയുടെ അന്യനെ വായിക്കാൻ അറിയില്ലേ? സെലിബ്രിറ്റി എൻകൗണ്ടർ. ഞാൻ പോലീസിലൊന്നും ഞാൻ പ്രതീക്ഷിച്ചു അല്ലേ? സെലിബ്രിറ്റി എൻകൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി അടുത്തിടപഴകുന്ന സെലിബ്രിറ്റി അനന്യ എന്ന ഉത്തരം ഒഴികെ പറയാവുന്നതാണ്. അടുത്ത ഇടപഴകുന്ന ഏറ്റവും വലിയ സെലിബ്രിറ്റി അത് തള്ളാന്നായിരിക്കും. പക്ഷെ ഞാൻ ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുന്നത്. അപ്പോഴാണ് ഷിക്കാർ നടക്കുന്നത്. അപ്പോൾ ഷിക്കാർ നടക്കുമ്പോഴാണ് ഞാൻ 12th കഴിഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഇയർ ആണ്, എനിക്ക് ഓർമ്മയില്ല ആ സമയത്ത്. ഫസ്റ്റ് ഇയർ 12th ആ ടൈമിലാണ്. അത് കഴിഞ്ഞ് ഈ ഷിക്കാർ കഴിഞ്ഞപ്പോൾ നമ്മളെ ഫാമിലി എല്ലാം കൂടി പപ്പയും മമ്മിയും ചേച്ചിയും എന്നെയും തേവരയിലെ വീട്ടിലേക്ക് ലാലേട്ടൻ ഡിന്നറിൽ ക്ഷണിക്കുന്നുണ്ടായി. അപ്പൊ അവിടെ അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു. ആന്റണി ചേട്ടൻ വിത്ത് ലാലേട്ടന്റെ ഫാമിലി ഫുൾ. പ്രണവിനെ കണ്ടോ? ഇല്ല, മക്കൾ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല. സോറി, അപ്പൊ ഫാമിലി ഇല്ലല്ലോ അല്ലേ? അപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പിന്നെ ആളുടെ കൂടെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 4 പേരുണ്ടായിരുന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം. എങ്ങനെയുണ്ട് വീട്? വീട് മറ്റേ അടിപൊളി, ഒന്നും പറയാനില്ലല്ലോ. പുള്ളിയുടെ വീട് എന്ന് പറഞ്ഞാൽ വേറൊരു മൂടല്ലേ, മനസ്സിലായില്ലേ? നടന്നു പോകുമ്പോ അന്ന് 2011 നടന്നു പോകുമ്പോ മറ്റേ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നു പോകുന്ന താഴെ മറ്റേ പോണ്ട് പോലെ അങ്ങനെയൊക്കെ. അവിടെ കണ്ട ഏറ്റവും ഫാസിനേറ്റിംഗ് സംഭവം എന്തായിരുന്നു? അത് അന്ന് ഞാൻ ഏറ്റവും നല്ല തലവരെയുള്ള പട്ടിക്കുട്ടികൾ, അവർക്ക് AC പരിപാടിയൊക്കെ ഫാനൊക്കെ ഫുൾ ലക്ഷറി ഉറങ്ങട കിടന്ന് എന്ന് പറയുന്ന മൂഡിലുള്ള 2 നല്ല പട്ടിക്കുട്ടികൾ. സുഖജീവിതം അങ്ങനെ ഫീൽ ചെയ്തിരുന്നു. അന്ന് ഫാസിനേഷൻ ഒന്നല്ല, അന്ന് തോന്നിയ ഏറ്റവും വലിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അന്ന് ചെറിയ പ്രായമല്ലേ, 20 വയസ്സ് 21 വയസ്സിലുള്ളൂ. അതാണ് അന്ന് എന്റെ ഡിന്നർ റെഡി കഴിഞ്ഞപ്പോ ഇപ്പൊ ഇങ്ങനെ ചേച്ചി പറയുമല്ലോ, ചേച്ചി പറഞ്ഞപ്പോ ഞാൻ മോളിലാണ് പപ്പയും ലാലേട്ടനെ കിട്ടി. അപ്പൊ ഞാൻ ഇങ്ങനെ മോളിയുണ്ട് അങ്കിളേന്ന് വിളിച്ചേട്ടോ. അങ്കിളെ ഡിന്നർ റെഡി. നമ്മളന്ന് കുഞ്ഞതല്ലേ. അങ്കിളെ ഡിന്നർ റെഡി എന്ന് പറയുമ്പോ മോളിന്ന് ലാലേട്ടാ അങ്ങനത്തെ സാധനം പറഞ്ഞു. അപ്പൊ ലാലേട്ടാന്ന് വിളിക്കണമല്ലോ, പുള്ളിക്കാരുടെ ഇഷ്ടമല്ലേ കേൾക്കാൻ. ഞാൻ ലാലേട്ടാ ഡിന്നർ റെഡി എന്ന് മാറ്റി വിളിച്ചു. പെട്ടെന്ന് പറയുമ്പോ അത് കഴിഞ്ഞ ഏറ്റവും ആദ്യം നടന്നൊരു പരിപാടി അതായിരുന്നു എന്റെ ഒരു നല്ല പ്രായത്തില്. ഇനി അങ്ങോട്ട് വലിയ നടക്കാൻ ലാലേട്ടനോട് ഡിന്നർ അല്ലേ? ആദ്യ സെലിബ്രിറ്റി എൻകൗണ്ടർ ലാലേട്ടന്റെ ഞാൻ സിനിമ അഭിനയിച്ച് ലാലേട്ടന്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ട് ഡിന്നർ കഴിക്കുന്ന അടുത്ത പിന്നെ എല്ലാവരും വേണം, എല്ലാവരും വീട്ടിൽ പോയി ഡിന്നർ. ഇല്ലില്ല, ആക്ച്വലി ഈ ഒരു ചോദ്യത്തിന് ഇത്രയും കിട്ടില്ല മറുപടി കിട്ടുന്നത് ആദ്യമായിട്ട് അല്ലേ? ലാലേട്ടന്റെ വീട്ടിൽ പോയിട്ട് അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ശബരി ചേട്ടൻ എന്നെ ചീത്ത വിളിച്ചോന്ന്. അല്ല, ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയതാ. ഇത് നമുക്കൊരു കാർഡ് അടിച്ചുണ്ടാക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഭാഗം കട്ടി തുടങ്ങിയത് മറ്റേ എന്താണെന്നറിയോ? 4 ഇനി പേര് വരുമ്പോ മീനാക്ഷിയുടെ ഷോ കാണുന്നവരാണെങ്കിൽ അവർ ഓൾറെഡി സെറ്റ് ചെയ്യും. 4 ചോദ്യമുണ്ട്, ഇത് നീ പറ. അല്ല, ഈ 4 ചോദ്യങ്ങൾ മാറി 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 ഗസ്റ്റുകളുടെ കൗണ്ട് അനുസരിച്ച് കൂടുകയും കുറയും അങ്ങനെ അങ്ങനെ ഉണ്ടാകും. വേറെയും സംഭവങ്ങളുണ്ട്. അതിന് അടുത്ത ഇന്റർവ്യൂല് ഞാൻ തരാം. വേറെ സിനിമ വരട്ടെ. അതെ, എന്റെ ഇന്റർവ്യൂ വരാനോ കഷ്ടം. വരട്ടെ ചേട്ടാ, വരട്ടെ. ഇനി അർച്ചന വായിക്കും. My first love. അയ്യോ, അതിപ്പോ ഓർമ്മയില്ല കുട്ടിക്ക്. ഓർമ്മയൊക്കെ ഉണ്ടാകും. ആദ്യത്തെ മാത്രം മതി. ആദ്യത്തെ കോളേജില്. അത് നിന്റെ ഇഷ്ടം. അത് സ്കൂളിൽ അല്ല, കോളേജില്. ക്രഷ് അല്ലല്ലോ, ലവ് അല്ല, റിലേഷൻഷിപ്പ്. ഇവന്റെ അമ്മയച്ഛനൊക്കെ കാണുന്നുണ്ടോ? ഫസ്റ്റ് ലവ് ഡീറ്റെയിൽസിലേക്ക് പറയണമെന്നില്ല. ഫസ്റ്റ് ലവ് കോളേജിലാണ്. എന്നിട്ട് ബ്രേക്കപ്പ്. It was just 1 year relationship. എന്നെ അവൻ തേച്ചിട്ട് പോയി. സെക്കൻഡ് ലവ്
സെക്കൻഡ് അതതിലില്ലല്ലോ സിക്സ്ത് ലവിനെ പറ്റി പറഞ്ഞ ഇല്ല, കാര്യം. അത്രേ ഉള്ളൂ, കഴിഞ്ഞു, ഫുൾ സ്റ്റോപ്പ്. ഓക്കെ. അശ്വിൻ ചേട്ടാ മൈ ഫസ്റ്റ് സെലിബ്രിറ്റി ക്രഷ്. ഇന്ന് രാവിലെ ഒരു ഇന്റർവ്യൂ കൂടി പറഞ്ഞോളൂ. ആണോ? ഐശ്വര്യ റായ്. അയ്യോ ആണോ? വലിയ ക്രഷൊക്കെ അടിക്കുള്ളൂ. അല്ലടാ, എനിക്ക് ചോദിക്കായിരുന്നു. നമ്മള് ആ ടൈമില് അല്ല, എനിക്ക് കാവ്യമാധവനായിരുന്നു. ഏ, പിന്നെയാണ് ചോദിക്കുക. എനിക്ക് ആ ടൈമില് ലോകസുന്ദരി ഐശ്വര്യ. ഐശ്വര്യ റായ്. എന്തുകൊണ്ടാണ് ഐശ്വര്യ ഇഷ്ടപ്പെടാനുള്ള കാരണം? ഇല്ലടാ, അതെ അതെ അതെ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു സിനിമ കണ്ടിട്ടായിരുന്നു. സിനിമ കണ്ടിട്ട് മറ്റേ താൽ താലൊക്കെ കണ്ടിട്ടല്ലേ? അതില് ഭയങ്കര ഭയങ്കര ഇപ്പോഴും നിങ്ങൾക്ക് ഐശ്വര്യ കണ്ട ക്രഷ് അടിക്കില്ലേ? ഓബ്വിയസ്ലി. അയ്യോ, പെൺപിള്ളേർക്ക് വരെ ക്രഷ് അടിക്കും ഐശ്വര്യ കണ്ട. അപ്പോഴാണ് അല്ല, അങ്ങനെയാണല്ലോ ആ ടൈമിൽ എനിക്ക് തോന്നുന്നു ഇച്ചിരി മറ്റേ കണ്ണാടിയൊക്കെ ഇട്ട് സ്റ്റൈലിൽ വന്ന മമ്മൂക്ക, നേരെ മമ്മൂട്ടിന്ന് വയ്ക്കും, അല്ലെങ്കിൽ ഒരുങ്ങിയും സ്റ്റൈലിൽ നടന്ന നീ ഐശ്വര്യ റായ് അല്ലേ? തന്നെ. അപ്പൊ എനിക്ക് തോന്നുന്ന ഐശ്വര്യ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്രഷ് ചോദിച്ച സ്ഥിതിക്ക് നമുക്ക് ലേറ്റസ്റ്റ് ക്രഷ് ചോദിക്കാം. അവൾ പറഞ്ഞതല്ലേ ഫസ്റ്റ് ക്രഷ്. അപ്പൊ ചേട്ടന്റെ റീസെന്റ് സെലിബ്രിറ്റി ക്രഷ്. അന്നും ഇന്നും ഐശ്വര്യ. ഇനി അവനോട് 45 വയസ്സിൽ ചോദിച്ചാൽ ഞാൻ പറയും 30ാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞ അപ്പൊ പറയും. അല്ല, അങ്ങനല്ല, എനിക്ക് അങ്ങനെ ഇപ്പൊ അങ്ങനെ വീട്ടിൽ പോകണം അങ്ങനല്ല, അതുകൊണ്ടല്ല. ഈ അങ്ങനെ ഇപ്പോ എനിക്ക് സിനിമയിൽ ഒരു പോയിന്റ് തൊട്ട് നമ്മൾ സിനിമ ഭയങ്കര സീരിയസ് ആയി ആ ഒരു ഇതിൽ പോയ പിന്നെ അങ്ങനെ എനിക്ക് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. മീനാക്ഷി സെലിബ്രിറ്റി ലേറ്റസ്റ്റ് ക്രഷ്. വീട്ടിൽ പോകണ്ടേ? ലേറ്റസ്റ്റ് കഷ്ടമൊന്നുമല്ല, എന്റെ വൈഫ് തന്നെ ആയിരിക്കും എനിക്ക് എല്ലാ ദിവസവും ക്രഷ് വരുന്നത്. കണ്ടോ, അവര് പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. അല്ല, അത് അങ്ങനെ ഉള്ളൂ. അങ്ങനെ തന്നെ വേണം. അതല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ ഇതിലോട്ട് വന്നേ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഇന്ന ആക്ട്രസ് എന്നായിരിക്കില്ല, നമുക്ക് ക്യാരക്ടേഴ്സ് ഭയങ്കര ഇഷ്ടം തോന്നും. അങ്ങനെയൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ഏത് സിനിമയിൽ ഏതൊരു ക്യാരക്ടറിനോടാണ് വാവുന്നൊരു അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയത്? അർജുന്റെ മനസ്സിലായ ഉത്തരം ഓൾറെഡി വന്നു. അല്ല, ഞാൻ വിടണ്ടല്ലോ എന്ന് ആലോചിച്ചതാ ഈ ക്വസ്റ്റ്യൻ. ഓ, ഇത് ചോദ്യം തന്നെ അല്ലേ? അത് എന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത്. അല്ല, അങ്ങനല്ല, എനിക്ക് മറ്റേ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞോ, ഈ എനിക്ക് ആക്ച്വലി പാലമ്പഴത്തില് മീര ജാസ്മിന്റെ ക്യാരക്ടർ നല്ല ക്യാരക്ടറായിട്ട് എനിക്ക്. അല്ല, അങ്ങനെയല്ല, കുറച്ചധികം ഉണ്ട് കേട്ടോ. ഇപ്പൊ പറഞ്ഞപ്പോ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വന്നത്. പിന്നെ പ്രേംലൂലെ മമിതയുടെ ക്യാരക്ടർ നല്ല ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു ആ ക്യാരക്ടറിനുണ്ടല്ലോ ഒരു ആർക്കുണ്ടല്ലോ, അങ്ങനെ പെർഫോം ചെയ്യാനുള്ളതുണ്ട്. പിന്നെ ആരാ, ഇതൊക്കെ തന്നെ. അങ്ങനെ ഇതൊന്നും ക്രഷ് എന്നല്ല പറയാൻ പറ്റുന്നത് അല്ലേ? നമുക്കിപ്പം ഇപ്പോഴത്തെ ഒരു അതാണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. തിരിച്ച് മീനാക്ഷിക്ക് ഏറ്റവും ക്രഷ് തോന്നിയ ഒരു സെലിബ്രിറ്റി. അയ്യോ, ഞാൻ ഇന്റർവ്യൂ എടുക്കാനായിട്ട് ഇങ്ങനെ വരില്ലേ? ഫസ്റ്റ് അല്ല, ഞാൻ ഇപ്പൊ ലേറ്റസ്റ്റ് ക്രഷ് തോന്നിയ സെലിബ്രിറ്റി പറയണം. ഞാൻ ഇതേപോലെ ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ പറയാം. ഓ, ഇങ്ങനെ ഒരാൾ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നത് വന്ദനത്തിന്റെ ലാലേട്ടനെ പോലെ. ലേറ്റസ്റ്റ് അല്ല, ഞാൻ പറഞ്ഞു, ഞാൻ ലേറ്റസ്റ്റ് ക്രഷ് അല്ല പറയാം. എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ക്യാരക്ടർ, അതേപോലെ നമ്മളെ പെർസീവ് ചെയ്യുന്ന എഫേർട്ട് ഇടുന്ന ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ എന്ന് തോന്നി. അല്ലേ? അല്ലേ? കറക്റ്റ് അല്ലേ? മറ്റേ എത്ര റിജക്ട് ചെയ്താലും പറയുമെന്ന് ഐ സ്റ്റിൽ ലവ് യു എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെ ഇഷ്ടമാ അങ്ങനത്തെ ബോയ് ഫ്രണ്ട്? അങ്ങനെ ഒരാൾ വന്നാ അതോ അങ്ങനെ അല്ല അങ്ങനെ കൂടുതൽ പുറകെ നടക്കുമല്ലേ നിങ്ങൾ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്? ഞാനിപ്പോ അതാ പെട്ടെന്ന്. ഓക്കെ, ഇനി സ്വർണ പറയൂ. മൈ ഫസ്റ്റ് സാലറി. എൻ്റെ ഫസ്റ്റ് സാലറി ഞാൻ ഡാൻസ് പ്രോഗ്രാം ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് എനിക്ക് കിട്ടിയ ഫസ്റ്റ് സാലറി. ചെറിയൊരു എമൗണ്ട് ആയിരുന്നു, പ്രോഗ്രാം ചെയ്യുന്ന അനുസരിച്ച് ട്രൂപ്പിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു എമൗണ്ട്. അതാണ് എൻ്റെ ഫസ്റ്റ് സാലറി.
മൂവിക്ക് സാലറി എത്ര ആണെന്നല്ലേ സാലറി എത്ര ആണോ അതോ മൊമെന്റ് like അത് പറയാൻ അതാണ് ബേസിക്കലി ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു 500 റുപ്പീസ് എന്തോ ആണ് ഫസ്റ്റ് പ്രോഗ്രാം ചെയ്തിട്ട്. ആണ് കിട്ടിയിട്ടുള്ളത് ലൈക് ഇയേഴ്സ് ബിഫോർ. ഞാനൊരു +1 +2 പഠിക്കുന്ന ആ ഒരു ടൈം. പിന്നെ മൂവി ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു അത് ഞാൻ ഇല്ല ഫസ്റ്റ് സാലറി ആണ് ക്വസ്റ്റ്യൻ. ഇല്ല അതാണ് first salary. ഫസ്റ്റ് സാലറി ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്തായാലും അതിന്റെ അറ്റത്തേക്ക് ഇങ്ങനെ പൂജ്യങ്ങൾ കൂടി 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 വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരുടെയും ഒട്ടുമിക്ക സെലിബ്രിറ്റീസിന്റെ ആൻസർ ഇതൊക്കെയാട്ടോ. ലൈക് നമ്മളുടെ എല്ലാവരുടെയും അല്ലേ ആദ്യത്തെ ആദ്യം നമുക്ക് വരുന്നത് ഈ ഒരു എമൗണ്ട് ആണ്. അവിടെ നിന്നാണ് പിന്നെ എല്ലാവരുടെയും തുടക്കം. അതുപോലെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം എന്തായാലും ജൂലൈ 25-ന് ഒരു റൊണാൾഡോ ചിത്രം തിയേറ്റേഴ്സിലേക്ക് എത്തുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് പറയുന്നു. Thank you. താങ്ക് യു. so much.